നമസ്കാരം. ഞാൻ ഇന്നിവിടെ കടല കൊണ്ട് നല്ലൊരു ഉപ്പേരി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചായക്കും ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടല കുതിർത്തി വെച്ചതാണ്. കുതിർത്തിയിട്ട് ഞാൻ ഒരു ദിവസം കൂടി വെച്ച് മുളപ്പിച്ചിട്ടാണ് കേട്ടോ കടല എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഗ്യാസൊക്കെ മാറിക്കിട്ടും. ചിലർക്ക് കടല കഴിച്ചാൽ ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറാൻ നമ്മളിത് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിന് പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഇതടച്ചിട്ട് ഞാനിത് വേവിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാം. അപ്പം നമ്മളിത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 12 ചുവന്നുള്ളി, പിന്നെ ഒരു 4 വറ്റൽമുളക്, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൂടിയിട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1/4 ടീസ്പൂണ്, ഇപ്പോൾ ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം, 1 ടീസ്പൂണിലും കൂടുതലുണ്ടാവും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ മണം മാറി വരട്ടെ, പൊടികളുടെയൊക്കെ മണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ ഉണ്ടാവും, ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയാൽ. അല്ലെങ്കിൽ നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഈ എന്താ പറയുക വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കടലപ്പേരി ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ കടലപ്പേരി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ അത് കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്, ആ ചോറിലേക്കും അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.